ഞങ്ങൾ രണ്ടുപേരും സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ ട്രസ്റ്റിമാരാണ്. നിങ്ങൾക്കറിയാം, സഭാ തർക്കവും കുർബാന തർക്കവും അത് സംബന്ധിച്ചുള്ള ഇഷ്യൂസൊക്കെ അറിയാം. ഇതൊരു പൊതുസമൂഹത്തിലേക്ക് സഭയിലെ പ്രശ്നങ്ങൾ വലിച്ചഴക്കരുത് എന്ന് വളരെ ഒരു നിശ്ചയദാർഢ്യം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴയ്ക്കാതെ പരമാവധി അതിൻ്റെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാൻ സഭ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി പൊതുസമൂഹത്തെ കുറേ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഉള്ളതുകൊണ്ടാണ് ബസിലിക്ക പള്ളിയുടെ ഔദ്യോഗിക ട്രസ്റ്റിമാരായ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പത്രസമ്മേളനം നടത്തി പരിചയമുള്ള ആളുകളൊന്നുമല്ല. അപ്പോൾ ഇത് ഒരു അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ ക്ഷമിക്കണം. ആദ്യമേ തന്നെ ക്ഷമാപണത്തോടെ തുടങ്ങുകയാണ്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2000-ലധികം ഇടവക അംഗങ്ങളുള്ള ബസിലിക്ക പള്ളിയിൽ 99.99% ആളുകളും സഭയോടൊപ്പം സിനഡിനോടൊപ്പം മാർപ്പാപ്പായുടെ തീരുമാനത്തിനോടൊപ്പം നിൽക്കുന്നവരാണ്. കേവലം 1% വരുന്ന ആളുകൾ, അതായത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 18ഓളം വരുന്ന കുടുംബങ്ങൾ മാത്രമാണ് ബസിലിക്ക പള്ളിയിലെ ഈ സഭാ തീരുമാനത്തെ എതിർക്കുന്നവർ. അവർ യാതൊരു മര്യാദയുമില്ലാതെ ഈ നഗരമധ്യത്തിൽ കാണിക്കുന്ന കോലാഹലങ്ങൾ പൊതുസമൂഹത്തിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ സങ്കടത്തോടെ പറയുന്നൊരു കാര്യം, പ്രധാനപ്പെട്ട എല്ലാ വാർത്താ മാധ്യമങ്ങളിലും സഭയെ എതിർക്കുന്നവരുടെ വലിയ പ്രസ്താവനകൾ വലിയ പ്രാമുഖ്യത്തോടെ വരികയും 99.99% വരുന്ന വിശ്വാസികളുടെ കാര്യങ്ങൾ വസ്തുതകൾ വളരെ ചെറിയ രീതിയിൽ വരികയും ചെയ്യുന്നു എന്നുള്ളത് പൊതുസമൂഹം എത്രയും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, എന്തുകൊണ്ടാണ് ഈ കോലാഹലം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വളരെ അക്കമിട്ടത് അത് വിശദീകരിച്ചിട്ടുണ്ട്. 1, 2, 3, 4 എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബസിലിക്ക പള്ളിക്ക് ഏതാണ്ട് 30ഓളം വാടക കെട്ടിടങ്ങളുണ്ട്. അതിൽ നിന്ന് മാസം കിട്ടുന്ന വരുമാനം വാടക ഇനത്തിൽ മാത്രം 15 ലക്ഷം രൂപയാണ്. ബസിലിക്ക പള്ളിക്ക് മാത്രം 3 വലിയ ഹാളുകളുണ്ട്. ബസിലിക്ക പള്ളിയുടെ പല സെൻറ്ററുകളിലും വടുതല ചാപ്പൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കും നിരവധി ഹാളുകളുണ്ട്. ഈ ഹാളുകളൊക്കെ കഴിഞ്ഞ 8-9 മാസമായി അനധികൃതമായി വാടകയ്ക്ക് കൊടുത്ത് ഏകദേശം ഒരു കണക്കനുസരിച്ച് ഒരു മാസം 50 ലക്ഷം രൂപയോളമാണ് ലഭിക്കുന്നത്. കൂടാതെ ബസിലിക്ക പള്ളിക്ക് നമ്മുടെ ബാനർജി റോഡിൽ ചിയാങ് റെസ്റ്റോറൻറ്റ് പുറകിൽ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്. അത് കാർ പാർക്കിങ്ങിന് കൊടുത്തിരിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന മാസ വരുമാനം ഏതാണ്ട് 2 ലക്ഷം രൂപയാണ്. വിവാഹം, മാമോദീസ, കുഴിക്കാണം, കല്ലറ തുറക്കൽ, ഇങ്ങനെ പള്ളി സംബന്ധമായ നിരവധി വരുമാനങ്ങളുണ്ട്. 60-70 ലക്ഷം രൂപ ഒരു മാസം പള്ളി അക്കൗണ്ടിലേക്ക് വരാതെ, നിങ്ങൾ ഓർക്കണം, ഈ പണം കൊണ്ടാണ് വിവാഹ സഹായവും മരണാവശ്യവും സാധുജനങ്ങൾക്കുള്ള ധനസഹായവും മുഴുവൻ നടന്നു പോകുന്നത്. പള്ളിയിലെ ദൈനംദിന ചെലവുകൾ നടന്നു പോകുന്നത്. കഴിഞ്ഞ 8-9 മാസമായി ഈ പണം മുഴുവൻ ചില സ്ഥാപിത താല്പര്യക്കാരുടെ, ഞാൻ പറഞ്ഞു 99.99% വരുന്ന വിശ്വാസികളുടെ പണം ഈ ഒരു വിരലിലെണ്ണാവുന്ന ആളുകളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ സത്യം നിങ്ങൾ അറിയണം. നിങ്ങളൊന്നുകൂടി അറിയണം, ഈ കോലാഹലം മുഴുവൻ നടക്കുന്നത് നഗരമധ്യത്തിൽ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മൂക്കിന് താഴെ, സിറ്റി പോലീസ് കമ്മീഷണർ, സെൻട്രൽ സ്റ്റേഷൻ SI സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ താഴെ, ARP ക്യാമ്പിനോട് തൊട്ടു ചേർന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. അരമനയിൽ ഏതാനും ആളുകൾ കയറി പുരോഹിതരെ ബന്ദികളാക്കുന്നു. വിശ്വാസ സമൂഹത്തിന് പള്ളിയിലേക്കുള്ള പ്രവേശനം തടയുന്നു. ഗുണ്ടായിസം അരങ്ങേറുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പട്ടാപ്പകലും നഗരമധ്യത്തിൽ ഗുണ്ടായിസം അരങ്ങേറിയിട്ട് നിസ്സംഗരായി പോലീസ് നിൽക്കുകയാണ്. 20-ലധികം റിട്ടേൺ പരാതി രേഖകളുടെ പിൻബലത്തിൽ സിറ്റി പോലീസിന് കൊടുത്തിട്ട്, സെൻട്രൽ സ്റ്റേഷൻ CIക്ക് കൊടുത്തിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെയും. നിങ്ങളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം,
2024 നവംബർ മാസത്തിൽ നവംബർ 25-ാം തീയതി അവിടുത്തെ പുരോഹിതൻ ഫാദർ വർഗീസ് മണവാളിനെ സ്ഥലം മാറ്റി. ആ സ്ഥലം മാറ്റത്തിനെതിരെ കാനോൻ നിയമപ്രകാരം സിവിൽ കോടതിക്ക് അധികാരമില്ല, ഞാനതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം സിവിൽ കോടതിയെ സമീപിച്ചു. ഏതാണ്ട് 1 വർഷമായിട്ട് ഇന്നേ വരെയും സിവിൽ കോടതിയിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഉത്തരവ് സമ്പാദിച്ചിട്ടില്ല. അദ്ദേഹം ഹൈക്കോടതിയിൽ പോലീസ് പ്രൊട്ടക്ഷന് പോയി. ഞാൻ ആ രേഖ നിങ്ങൾക്ക് ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ നിരവധി തവണ കോടതിയിൽ വന്നിട്ടും കോടതി ഉത്തരവ് കൊടുത്തില്ല. അവസാനം വാദം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 17-3 ഡിസ്മിസ്ഡ് വിത്ത് സീരിയസ് ഒബ്സർവേഷൻസ്. നിങ്ങളത് കാണണം, ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. 13-3-2025 ടു 17-3-25 അഡ്മിഷൻ പോസ്റ്റ് ഓൺ 17-3-25 17-3-25 ഡിസ്മിസ്ഡ് വിത്ത് ഒബ്സർവേഷൻസ്. കോടതി ഓപ്പൺ കോടതിയിൽ പറഞ്ഞു, അതിരൂക്ഷമായ വിമർശനം നടത്തി ഞാനിത് ഡിസ്മിസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. സബ്സീക്വൻ്റായിട്ട് 20-3 ഒരു പ്രത്യേക സംവിധാനത്തിൽ പെർമിഷൻ മേടിച്ച് ആ കേസ് 20-3 കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു വലിയ നിരീക്ഷണത്തോടു കൂടി കോടതി ഇത് ഡിസ്മിസ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സ്പോക്കൺ ടു ഡിസ്മിസ്ഡ് ആസ് വിഡ്രോൺ. നിയമം അറിയാം, നിങ്ങൾക്കറിയാം. അതൊരു സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് ടു ബി സ്പോക്കൺ ടു എന്ന് വെച്ചിട്ട് ഡിസ്മിസ് ചെയ്ത് ആ വലിയ പരാമർശം ഒഴിവാക്കുകയാണ് ചെയ്ത്. ഞാൻ രേഖ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിലെ ഉത്തരവും പിന്നീട് ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ നിരുപാധികം തള്ളിയതായിട്ട്. അതേസമയം ഇന്ന് അവിടെയുള്ള തരിയൻ ഞാളിയത്തച്ഛന് യാതൊരു മടിയും കൂടാതെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് മാത്രവുമല്ല, ട്രസ്റ്റി ഞാൻ അഭിഭാഷകൻ എന്ന രീതിയിൽ ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ മൂവ് ചെയ്തില്ല, ഇദ്ദേഹത്തിനും പോലീസ് പ്രൊട്ടക്ഷനും കോടതി എക്സ്റ്റെൻഡ് ചെയ്തു. ആ ഉത്തരവ് ഞാൻ ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സത്യം എവിടെയാണ്, വസ്തുത എവിടെയാണെന്ന്. ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയ്ക്കും ഞാൻ ഒരു കാര്യം പറയാം. പുരോഹിതന് അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രൊട്ടക്ഷൻ അനുവദിച്ചു. വിശുദ്ധ വാര ദിനത്തിൽ 2 സെക്യൂരിറ്റികളുണ്ട്. അത് അവിടെ നിന്ന് സ്ഥലം മാറ്റി പോകാൻ വിസമ്മതിക്കുന്ന അച്ഛൻ പ്രൈവറ്റായിട്ട് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റിയാണ്. അതിലൊരു സെക്യൂരിറ്റി രാത്രി ആരും ഉണ്ടായില്ല എന്ന് കൃത്യം, അതിൻ്റെ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും സ്വരം കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ വന്ന് നോക്കും. അത് അറിയാവുന്ന അദ്ദേഹം മറ്റേ സെക്യൂരിറ്റിയോട് പറഞ്ഞു, താൻ ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കണം, പാട്ടയിൽ കൊട്ടി സ്വരം ഉണ്ടാക്കണം. അച്ഛൻ വന്ന് പുറത്തോട്ട് നോക്കും. അപ്പം ഞാൻ സ്റ്റെയറിൽ കൂടെ കയറി ഞാൻ ആക്രമിക്കും. ഈ കത്തി സഹിതം മാരകായുധങ്ങൾ സഹിതം കൈയോടെ ആ സെക്യൂരിറ്റിയെ പിടിച്ചു. സെക്യൂരിറ്റിയെ പിടിച്ച് അയാളുടെ തന്നെ കൈ മുറിഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ പോലീസ് വന്നു. ആ സെക്യൂരിറ്റിയെ പിടിച്ചിട്ട് പോലീസ് പ്രൊട്ടക്ഷനുള്ള ആളാണെന്ന് ഓർക്കട്ടെ, ഒരു 307 കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ നിരുപാധികം അയാളെ വിട്ടു. എന്ന് മാത്രവുമല്ല, കൂട്ടത്തിലുള്ള സെക്യൂരിറ്റിയുടെ മൊഴി നിങ്ങളത് കാണേണ്ടതാണ്. എന്തായിരുന്നു ആ മോഡസ് ഓപ്പറാണ്ടി എന്ന് ആ കൂട്ടത്തിലുള്ള സെക്യൂരിറ്റി വിശദമായി പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലും പോലീസ് റെക്കോർഡ് ചെയ്തില്ല. അയാൾ വീഡിയോ കൊടുത്തു. എങ്ങനെയാണ് പോലീസ് സംരക്ഷണമുള്ള പുരോഹിതനെ ആക്രമിക്കാൻ? കാരണം പുറത്തുനിന്നുള്ള ഒരാൾക്ക് വന്ന് ആക്രമിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ പ്രൈവറ്റ് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആൾക്ക് പണവും മറ്റ് പ്രലോഭനങ്ങളും നൽകി രാത്രിയുടെ അന്ത്യയാമത്തിൽ വിശുദ്ധ വാര ദിനങ്ങളിൽ ഇടവക്കാരുണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് ആക്രമിക്കാനുള്ളത് കൂട്ടത്തിലുള്ള സെക്യൂരിറ്റിയുടെ മൊഴി, അയാളുടെ വീഡിയോ കത്തി സഹിതം പിടിച്ചിട്ട് സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഇത് നിങ്ങളൊന്നും കൂടെ കൂട്ടി വായിച്ചാൽ മതി. വിമത പ്രവർത്തകർ 4-5 മാസങ്ങൾക്ക് മുമ്പ് ബലമായി അരമനയിൽ കയറി. പോലീസുമായിട്ട് സംഘടന ഉണ്ടായി. ഒരു സബ് ഇൻസ്പെക്ടറുടെ വാരിയൽ ഒടിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കും. നമ്മളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരുള്ള കണ്ട ഒരു പോലീസിന് പരിക്കേറ്റാൽ അത് എങ്ങനെയായിരിക്കും പോലീസ് അത് ഡീൽ ചെയ്യുന്നത്? ഒരു സീരിയസ് ഓഫൻസ് ഇട്ടെന്ന് മാത്രമല്ല, ആ കേസ് ഇപ്പോൾ രമ്യതയിൽ തീർന്നിരിക്കുന്നു. പോലീസ് SIയുടെ വാരിയൽ ഒടിഞ്ഞ കേസാണ് ഞാൻ പറയുന്നത്. അപ്പം നഗരമധ്യത്തിൽ
ഈ പട്ടാപ്പകൽ നടക്കുന്ന ഈ അക്രമങ്ങൾക്കും അനീതിക്കും അസാന്മായിക പ്രവർത്തികളും മുഴുവൻ ഓശാന പാടുന്നത് പോലീസാണ്. സത്യത്തിൽ നിങ്ങൾക്കറിയാവോ, ഒരാൾ വന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പള്ളിയിൽ നിന്ന് കൊടുക്കാൻ പറ്റുകയില്ല. മാമോദിസ സർട്ടിഫിക്കറ്റ് വന്നാൽ കൊടുക്കാൻ പറ്റുകയില്ല. യാതൊരു നിർവാഹവുമില്ല. മുഴുവൻ രജിസ്റ്ററുകളും സ്ഥലം മാറ്റപ്പെട്ട അച്ഛൻ ബലമായി കൈയടക്കി വെച്ചിരിക്കുകയാണ്. 8 മാസമായി പോവുകയില്ല. ഏതെങ്കിലും രീതിയിൽ ഓഫീസ് തുറന്ന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പോലീസിനെ വിളിക്കും. അവിടുത്തെ സ്ഥലം മാറ്റപ്പെട്ട അച്ഛൻ പോലീസ് ഓടി വന്ന് ബലമായി ഓഫീസ് അടപ്പിക്കും. നിയമപരമായി പ്രവർത്തിക്കുന്ന സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിമാർക്കും പുരോഹിതനും പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നിയമവിരുദ്ധമായി കഴിഞ്ഞ് 8-9 താമസിക്കുന്ന പുരോഹിതന് പോലീസ് കവചമൊരുക്കുകയാണ്. വേദനാജനകമാണ്. സത്യസന്ധമായി പ്രവർത്തിച്ചിരുന്നൊരു ACP ഉണ്ടായിരുന്നു. ആ ACPക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയാളെ നിർവീര്യനാക്കി. ഇതിൻ്റെ എല്ലാം വലുത് സാമ്പത്തിക സ്രോതസ്സാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കണം. വിശ്വാസ സമൂഹത്തോട് ചെയ്യുന്ന കടുത്ത അനീതിയാണ്. ഇതാ ഇപ്പോൾ സഭയുടെ പരമോന്നത നീതി നിർവഹണ സമിതിയായ ട്രിബ്യൂണൽ, നിങ്ങൾക്ക് ആ ഓർഡറും കിട്ടിയിട്ട് കാണും, ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പിനാണ്. ആ ട്രിബ്യൂണലിന് അധികാരം നിങ്ങൾ മനസ്സിലാക്കണം. കൺക്ലൂഷൻ പാരഗ്രാഫ്. This decree is given to the vicar of the major archbishop for the archieparchy of Ernakulam Angamali to execute it most expeditiously, that is within 10 useful days, and I hereby decree that this interior order must be executed either by the major archbishop of Syro Malabar Church. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. Then your lordship and last paragraph, and documents to the duly appointed administrator Father Tariyan Nyalit within 24 hours, 24 മണിക്കൂറിനകം മുഴുവൻ രേഖകളും പള്ളി രേഖകളും നിലവിലുള്ള അച്ഛന് കൊടുത്തിട്ട് 24 മണിക്കൂറിനകം മാറ്റണമെന്നും, ഇല്ലെങ്കിൽ 10 ദിവസത്തിനകം മാറ്റണമെന്ന്. അപ്പോൾ എത്ര നഗരങ്ങളെന്ന് ആലോചിക്കുന്ന നഗരത്തിൽ വളരെ വളരെ വിരലിലെണ്ണാവുന്ന ന്യൂനപക്ഷങ്ങളുടെ പിൻബലത്തിൽ ഗുണ്ടായിസം അഴിഞ്ഞു കയറി സമാധാനപ്രിയരായ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറി. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ലക്ഷം രൂപയാണ് ഓരോ മാസവും. പണമില്ലാത്തത് കൊണ്ട് വിശ്വാസികളായ സമാധാനപ്രിയരായതുകൊണ്ട് വിശ്വാസികൾ അനുഭവിക്കുക. ഞാനൊക്കെ ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. വളരെ വേദന തോന്നി ഇതിലേക്ക് വന്നതാണ്. സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പൊതുസമൂഹം വളരെ 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 തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. ഈ അംഗമാലി ഇവിടെ മാത്രമാണ് ഈ കുർബാന ഏതുമാകട്ടെ, ഒരു സംവിധാനം ഒരു തീരുമാനം എടുത്താൽ ആ സംവിധാനത്തിനോടൊപ്പം നിൽക്കുന്നതാണ് കത്തോലിക്ക സഭയുടെ ചരിത്രം. ആ കത്തോലിക്ക സഭയോടൊപ്പമാണ് ഞാൻ വീണ്ടും 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 ഊന്നി പറയുന്നു. 99.99% ആ വിശ്വാസ സമൂഹത്തെയും 1% വരുന്ന ആളുകൾ ഭരിക്കുന്ന ദയനീയമായ അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് പിൻബലം നൽകുന്നത് വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സും എവിഡൻസുകൾ സഹിതം, മുഴുവൻ എവിഡൻസുകൾ സഹിതം നേരിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കും സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും പരാതി കൊടുത്തിട്ട് ഒരു തെഫ്റ്റ് കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പട്ടാപ്പകൽ വിശുദ്ധ വാരദിനത്തിൽ പള്ളിയുടെ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷണം പോയി. ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്നൊരു സുഹൃത്ത് അത് വീഡിയോ പിടിച്ച് പോലീസിന് കൊടുത്തു. കൊണ്ടുപോയ വണ്ടിയുടെ നമ്പർ സഹിതം കൊടുത്തു. പോലീസ് ആക്ട് ചെയ്യല. ഞാൻ പറഞ്ഞില്ല, പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ആളെ പ്രൈവറ്റ് സെക്യൂരിറ്റിയെ വെച്ച് വധിക്കാൻ ശ്രമിച്ചിട്ട് കൂട്ടത്തിലുള്ള സെക്യൂരിറ്റിയുടെ മൊഴി പോലും എടുക്കാതെ, ഫോർ എക്സാമ്പിൾ വാദത്തിൻ്റെ ഒരു കള്ളക്കേസാണെന്ന് വിചാരിക്കുക, ആ കൂടെ ഉള്ള ആളുടെ മൊഴി എടുക്കുകയല്ലേ. അപ്പം എത്ര അനീതിയാണ് നടക്കുന്നത്, എത്ര അധർമ്മമാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. പോലീസ് പ്രൊട്ടക്ഷൻ ഹൈക്കോടതി തള്ളിയിട്ട് പോലും അവിഹിതമായി അവിടെ താമസിക്കുന്ന പുരോഹിതന് അവിഹിതമായി പോലീസ് സംരക്ഷണം കൊടുക്കുന്നു. പോലീസ് സംരക്ഷണമുള്ള പുരോഹിതനും ട്രസ്റ്റിയും ഓഫീസ് തുറന്ന് പ്രവർത്തിക്കുമ്പോൾ പോലീസ് തുറക്കാൻ അനുവദിക്കുന്നില്ല. മാത്രവുമല്ല, വിശ്വാസ സമൂഹത്തിൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന തുക നിങ്ങളൊന്ന് ആലോചിക്കുക. പള്ളി കുറേ സാമൂഹ്യ വിരുദ്ധരെ ഒന്ന് തുറക്കുന്നു,
പള്ളിയുടെ ഹാള് വന്ന് കുറേ സാമൂഹിക വിരുദ്ധർ വന്ന് തുറക്കുന്നു, വിവാഹങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. രസീത് പലർക്കും കൊടുക്കാൻ രസീതിൻ്റെ സ്ഥാനത്ത് ഷൂ എന്നൊരു വര അക്കൗണ്ടുകളിൽ വരപ്പെടേണ്ടതല്ലേ? ഒരു 100 രൂപയ്ക്ക് പൊതുസമൂഹത്തിനോട് നമ്മൾ കണക്ക് പറയേണ്ടതല്ലേ? എത്ര ഞാൻ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. മുഴുവൻ രേഖകളും ഞാൻ പോലീസിന് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. നിശബ്ദരായിട്ടിരിക്കുന്നൊരു വിശ്വാസ സമൂഹത്തിൻ്റെ മേലെ കുതിര കയറുന്ന ഈ ഏർപ്പാട് നിങ്ങൾ പ്രിയപ്പെട്ട പത്രപ്രവർത്തകരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വാർത്ത പോകുന്നത്. പക്ഷേ ശരിയാണ്, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം ബോധ്യപ്പെടുത്താൻ സഭ ഒരിക്കലും ഒരു ഔദ്യോഗിക പത്രസമ്മേളനം നടത്തിയിട്ടില്ല. അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.